ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നോക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് എസ്പെഷ്യലി ഒരു ഓഡിയോ ക്ലിപ്പാണ്. സോറി, ചിലപ്പോൾ ക്ലാരിറ്റിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടാവും. ഇത് ഞാൻ ചെയ്ത ഓഡിയോ അല്ല, ജെറിൻ സാറ് ചെയ്ത ഓഡിയോയാണ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ കൂടിയായ ജെറിൻ സാറ് ചെയ്ത ഓഡിയോയാണ്. അദ്ദേഹം ടെലിഗ്രാമിൽ ഒരാൾക്ക് റിപ്ലൈ കൊടുത്താണ്. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് വീഡിയോ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യുന്നതാണ്. അപ്പം ടെലിഗ്രാമിൽ വന്ന ഓഡിയോ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് കുറവുണ്ടാകും, സദയം ക്ഷമിക്കുക. അതുകൂടാതെ നമുക്കിങ്ങനെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടെന്ന് മിക്ക സബ്സ്ക്രൈബേഴ്സിനും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മുമ്പ് ചെയ്ത വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റുകളും ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഈ പ്ലേലിസ്റ്റുകളില്ലാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ, എസ്പെഷ്യലി ഷോർട്ട് ടൈം അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് പ്ലേലിസ്റ്റ് ഇല്ലാത്തതുണ്ട്. അപ്പോൾ അത് ചാനലിൽ നോക്കി എടുക്കാവുന്നതാണ്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഇതുപോലുള്ള ഓഡിയോസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പല എക്സ്പേർട്ടുകളും പോസ്റ്റ് ചെയ്യുന്നതാണ്. ഒരുപാട് മിസ്സായിപ്പോയി. അത് കേൾക്കുമ്പം ഭാവിയിൽ ഇത് ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർക്കാറുണ്ടെങ്കിൽ പോലും മെസ്സേജ് വന്ന് നിറഞ്ഞ് മിസ്സാകാറുണ്ട്. ഇനി ഇതുപോലുള്ള നല്ല നല്ല മെസ്സേജുകൾ ടെലിഗ്രാമിൽ വരുന്നത് ഞാൻ നമ്മുടെ ചാനലിൽ കൂടിയും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് കോശി. ഓക്കെ, കോശി വെച്ച് എങ്ങനത്തെ സ്റ്റോക്സ് ആണ് നമ്മൾ വളരെ ലോങ് ടേം ബേസിക്കലി റിട്ടയർമെന്റ് ആകുമ്പോഴത്തേക്ക് വെക്കേണ്ടത്? ഓക്കെ, അത് പറയുന്നതിന് മുമ്പേ റിട്ടയർമെന്റിനെ പറ്റി ഞാൻ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഒരു ലേഖകനാണ് പട്ടാഭിരാമൻ മുറാറി. IIT-യിലെ പ്രൊഫസറാണ്. സ്വന്തം ഒരു ഇഷ്ടം കൊണ്ട് ഈ വക കാര്യങ്ങൾ, റിട്ടയർമെന്റ് പ്ലാനിങ്, പേഴ്സണൽ ഫിനാൻസ്, മ്യൂച്വൽ ഫണ്ട് അനാലിസിസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹം ഒരു ബ്ലോഗായിട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫേമസ് ആയി. കാരണം ഒരു ലേമാൻ പോയിട്ട് സ്പെഷ്യലൈസ്ഡ് ആൾക്കാർ പോലും ഇങ്ങനത്തെ അനാലിസിസ് ചെയ്യുന്നില്ലായിരുന്നു. സോ അതിൽ റിട്ടയർമെന്റ് പ്ലാനിങ് കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്, എക്സലിൽ ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഏതൊക്കെ സ്റ്റോക്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മൾ വാങ്ങേണ്ട സ്റ്റോക്സ് ഒരു 10-30 വർഷം കഴിഞ്ഞാലും കാണുന്ന സ്റ്റോക്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പല സ്റ്റോക്കും നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഒന്നെങ്കിൽ വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് അത്ര ശാശ്വതമല്ല. പിന്നെ നമ്മൾ അങ്ങനത്തെ കമ്പനീസ് നോക്കേണ്ടത് ഈ കമ്പനിയുടെ പ്രോഡക്റ്റോ സർവീസോ കമ്പല്ലിങ് ആണോ എന്ന്. കമ്പല്ലിങ് എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമേഴ്സ് അത് വാങ്ങിയേ പറ്റൂന്ന് ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ ആ സർവീസ് നമുക്ക് എടുത്തേ പറ്റൂന്ന് ഒരു തോന്നൽ വരണം. അങ്ങനത്തെ ഏതായിരിക്കണം ആ സർവീസ്? ഇപ്പം സർവീസായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനത്തെ ഒരു സർവീസാണ്. ഗൂഗിൾ അങ്ങനത്തെ ഒരു സർവീസാണ്. ഇന്ത്യയിൽ ആലോചിക്കുകയാണെങ്കിൽ ജിയോ അങ്ങനത്തെ ഒരു സർവീസാണ്. അല്ലെങ്കിൽ Naukri.com അങ്ങനത്തെ ഒരു സർവീസാണ്. നമുക്ക് ഏതൊരു ഇപ്പം ഒരു ലിസ്റ്റഡ് കമ്പനിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ Naukri.com വളരെ അങ്ങനത്തെ ഒരു സർവീസാണ്. ഈ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഒരു സർവീസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ കമ്പനീസ് നല്ല കമ്പല്ലിങ് പ്രോഡക്റ്റ് ആയിരിക്കണം. വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ KFC പോലത്തേത്, അത് ആൾക്കാർക്ക് താല്പര്യമുണ്ട് അത് ട്രൈ ചെയ്യാൻ. അങ്ങനത്തെ കമ്പല്ലിങ് പ്രൊഡക്ട്സ് ആണ്. അല്ലെങ്കിൽ ചിലപ്പം ആ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ സെക്ടറിൽ അതൊരു മൊണോപ്പൊളി ആയിരിക്കും. അങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ഫെവിക്കോൾ, ആ ഒരു സെക്ടറിൽ വേറെ ഇല്ല, അതിൻ്റെ വേറെ കോമ്പറ്റീറ്റേഴ്സ് ഒന്നും നമുക്ക് അറിയത്തില്ല, അതിൻ്റെ പേരുകളൊന്നും. അവർ തന്നെ 2-3 പേരിൽ അവരുടെ പശ ഇറക്കുവാണ്, പല പേരുകളിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു കോമ്പറ്റീഷൻ ആയിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. പിന്നെ ഒരു സ്വന്തമായിട്ട് സ്ട്രോങ് ബ്രാൻഡ് ഉണ്ടായിരിക്കണം, പ്രൈസിങ് പവർ ഉണ്ടായിരിക്കണം. അപ്പോൾ ബ്രാൻഡിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഓക്കെ, ആ ഒരു ബ്രാൻഡിൻ്റെ പേരിൽ തന്നെ ആൾക്കാർ അതിൽ വിശ്വസിക്കും. സോ ഇപ്പോൾ ഒരു പെപ്സി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൊക്കക്കോള ആണെങ്കിൽ, ആ ഒരു ബ്രാൻഡിൻ്റെ ബലത്തിലാണ് പലരും അതിൻ്റെ പ്രോഡക്ട്സ് മേടിക്കുന്നത്. ഈ ഒരു ബ്രാൻഡുമായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യും. അല്ലെങ്കിൽ അഡിഡാസോ റീബോക്കോ അങ്ങനത്തെ കമ്പനീസ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ജോക്കി, ഓരോ ബ്രാൻഡിനൊരു പ്രത്യേകതകളുണ്ട്. വേറൊരു എക്സാമ്പിൾ, ഒരു നെഗറ്റീവ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാരുതി ഒരു 18 ലക്ഷം രൂപയുടെ കാർ ഇറക്കി, കിസാഷി എന്ന് പറഞ്ഞ് ജപ്പാനിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ല കാറായിരുന്നു. പക്ഷെ അത് ഫെയിലായിപ്പോയി. കാരണം ആർക്കും
18 ലക്ഷം രൂപ കൊടുത്തൊരു സുസുക്കി കാർ വാങ്ങിക്കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ പഠിച്ചു. അവർ നെക്സ എന്ന് പറഞ്ഞൊരു ബ്രാൻഡൊക്കെ ഇറക്കി, അതിൽ നിന്ന് കുറേ പ്രീമിയം കാർസ് ഇറക്കി. സോ അതൊരു എക്സാമ്പിളാണ്. സോ പറഞ്ഞു വന്നത് പ്രൈസിങ് പവറിൽ പറയുന്നത്, ഇപ്പം ബ്രാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധനത്തിൻ്റെ പ്രൈസ് ശകലം കൂട്ടാനും മാറ്റാനും ഒക്കെ പറ്റും. നമ്മുടെ എക്സ്ട്രാ പ്രൈസ് ഹൈക്ക് കൊടുത്താൽ നമ്മുടെ സെയിൽസ് വലുതായിട്ട് അഫക്റ്റ് ആകാൻ പാടില്ല. ഇപ്പം അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ സിഗരറ്റിൻ്റെ വില ശകലം ₹1 കൂടിയാലും അതിൻ്റെ സെയിൽസ് വലുതായിട്ട് അഫക്റ്റ് ആകത്തില്ല. അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ സിമെൻറ്റിൻ്റെ വില ഒരു ₹50 കൂട്ടിയെന്ന് വെച്ചോ, അപ്പോൾ ബാക്കിയുള്ളവരൊന്നും വില കൂട്ടിയില്ലെങ്കിൽ ആ സിമെൻറ്റിൻ്റെ സെയിൽസ് കുറയും. അപ്പോൾ അവരുടെ ബ്രാൻഡിന് വലിയ വിലയില്ല. ഒരാളും പറയത്തില്ല, ഞാൻ ഇന്ന് ടാറ്റ സ്റ്റീലിൻ്റെ കമ്പി തന്നെ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരും പറയത്തില്ല. അവർ റീസണബിൾ ആയിട്ടുള്ളവരുടെ നോക്കിയൊക്കെ വാങ്ങിക്കും. അതുപോലെ പക്ഷേ ആൾക്കാർ എനിക്ക് ഇന്ന പെപ്സി വേണം, അല്ലെങ്കിൽ എൻ്റെ എനിക്ക് ടൈറ്റൻ്റെ വാച്ച് ഇടണം, അങ്ങനെ അത് ആ ബ്രാൻഡുമായിട്ട് ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യും. സോ ബ്രാൻഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ആ പ്രൈസിങ് പവർ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിരിക്കണം, ഒത്തിരി ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കണം, നല്ല അതിൻ്റെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ഓൺ എക്വിറ്റി നല്ലതായിരിക്കണം, ഡെപ്റ്റ് ഫ്രീ ആയിരിക്കണം. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഏറ്റവും നല്ലത്. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സപ്ലയർമാരുടെ പൈസയിലാണ് അവർ ജീവിക്കുന്നത്. ബേസിക്കലി അവരുടെ സപ്ലയേഴ്സിൽ നിന്ന് അവർ ഒരു മാസത്തിലാണ് പൈസ അടയ്ക്കുന്നത്, പക്ഷേ അവരുടെ കസ്റ്റമേഴ്സിൽ നിന്ന് അവർ ഒരാഴ്ചക്കകത്തൊക്കെ പൈസ എടുക്കുന്നത്. അപ്പം മിക്ക ഈ ഹിന്ദുസ്ഥാൻ യൂണിലീവർ അങ്ങനത്തെ കമ്പനീസൊക്കെ പെട്ടെന്നാണ് അവർക്ക് പൈസ കിട്ടുന്നത്. പക്ഷേ അവർക്ക് സപ്ലൈ ചെയ്യുന്നവർക്ക് അവർ ചിലപ്പോൾ ഒരു മാസം 45 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പൈസ കൊടുക്കുന്നത്. അപ്പോൾ ആ പൈസ അവർക്ക് എക്സ്ട്രാ അവരുടെ കയ്യിലിരിക്കുമ്പോൾ അത്രയും അവർക്ക് അതിനെ റോൾ ചെയ്യാൻ പറ്റും. ആ പൈസ തന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അവരുടെ പല കാര്യങ്ങളും, റണ്ണിങ് മെയിൻ്റനൻസും അങ്ങനത്തെ കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ അവരുടെ അപ്ഗ്രഡേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ കാര്യങ്ങൾ സുഗമമാക്കാൻ പറ്റും. സോ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനി നല്ലതാണ്. അങ്ങനത്തെ ഒരു കമ്പനിയാണ് വി-ഗാർഡ് നെഗറ്റീവ് ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനിയാണ്. നല്ലൊരു മാനേജ്മെൻ്റ് ആയിരിക്കണം, എത്തിക്കലായിരിക്കണം. എത്തിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം അവർ അമ്പലത്തിൽ പൈസ കൊടുക്കുന്ന അങ്ങനത്തെ അല്ല ഉദ്ദേശിച്ച്. പക്ഷെ എത്തിക്കൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിനെ അവർ പറ്റിക്കുന്നതായിരിക്കും. അവരുടെ പ്രൊഡക്റ്റിനെതിരെ ഒത്തിരി കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ പാടില്ല. അവർ സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിക്കുന്നത് പല രീതിയിലാണ്. ബേസിക്കലി കമ്പനിയുടെ തുല്യ അവകാശമായിട്ട് അവരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ആൾക്കാരാണ്. സോ പിന്നെ ഒരു അത്യാവശ്യ സൈസ് ഉണ്ടായിരിക്കണം. തീരെ സ്മോൾ ക്യാപ് കമ്പനീസിലൊന്നും നമുക്ക് വിശ്വസിച്ച് 20 വർഷത്തേക്ക് ഇടാൻ പറ്റത്തില്ല. ചില ചെറിയ കമ്പനികളാണ് പെട്ടെന്ന് ക്ലോസ് ആയി പോകുന്നത്. അപ്പോൾ ഒരു മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഗോൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു 5 വർഷം മുമ്പേ തന്നെ അതിൽ നിന്ന് പൈസ കൂടുതലും നമ്മൾ ഡെപ്റ്റിലോട്ട് മാറ്റണം. കാരണം ഈ ലാസ്റ്റ് 5 ഇയേഴ്സിൽ മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ എല്ലാം നഷ്ടപ്പെടും. സോ ഞാൻ നോക്കുന്ന സ്റ്റോക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു കമ്പല്ലിങ് പ്രോഡക്റ്റ് ആയിരിക്കണം, ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആൾക്കാർക്ക് തോന്നണം, അല്ലെങ്കിൽ ആ സർവീസ് എടുക്കാൻ ആൾക്കാർക്ക് തോന്നണം. 2, നല്ല ബ്രാൻഡ് ആയിരിക്കണം, അതിന് പ്രൈസിങ് പവർ ഉണ്ടായിരിക്കണം, നല്ല നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. 3, ഫണ്ടമെൻ്റലി അതിൻ്റെ ബാലൻസ് ഷീറ്റൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണം, ക്യാഷ് ഫ്ലോ നല്ലതായിരിക്കണം. പിന്നെ 4, അവരുടെ മാനേജ്മെൻറ്റ് വളരെ എത്തിക്കലായിരിക്കണം, അവർ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിക്കുന്നതായിരിക്കാൻ പാടില്ല. പിന്നെ 5, ഒരു റീസണബിൾ സൈസ് ഉണ്ടായിരിക്കണം. തീരെ ചെറിയ കമ്പനീസിലൊന്നും നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതാണ് എൻ്റെ 5 ഐഡിയാസ്. ഇതിൽ വരുന്ന ഒത്തിരി കമ്പനീസ് ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി, ഈ ക്രൈറ്റീരിയനിൽ വരുന്ന ഏകദേശം 100-120 കമ്പനീസ് എങ്കിലും മിനിമം ഏത് സമയത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കമ്പനീസ് ഇന്ത്യയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ സ്റ്റോക്സിൽ ഞാൻ പറയാത്ത ഒരു കാര്യം, ഈ ഗവൺമെൻറ് ഓൺഡ് കമ്പനീസാണ്. ഗവൺമെൻറ് ഓൺഡ് കമ്പനീസിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് അത്ര പെർഫെക്റ്റ് അല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കമ്പനീസ് വളരെ വെൽ മാനേജ്ഡ് ആവാം, പക്ഷേ ഇൻഎഫിഷ്യൻസി ഉണ്ടായിരിക്കും അവരുടെ ഉള്ളിൽ, അവരുടെ ഹയറിങ് കാരണം കൊണ്ടും ഒക്കെ. അങ്ങനത്തെ കമ്പനീസ് നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഡിവിഡൻഡ് കിട്ടും എന്നുള്ളൊരു കരുതലിൽ മാത്രം മേടിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ആ ഡിവിഡൻഡ് നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
ഓക്കെ, അപ്പൊ ഇതാണ് ഡയറക്റ്റ് സ്റ്റോക്സ് ആയിട്ടുള്ളത്. ഈ തലവേദന ഒന്നും ഇല്ലാതെ ജീവിക്കണമെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയും. ഈ നിഫ്റ്റി നെക്സ്റ്റ് 50യുടെയോ അങ്ങനത്തെ വല്ല ഇൻഡെക്സ് ഫണ്ട് മേടിച്ച് ഇക്വിറ്റി പോർഷൻ അതിൽ മാത്രം വെക്കുക, ബാക്കി ഡെപ്റ്റ്, കോശി പറഞ്ഞ പോലെ ഡെപ്റ്റ് കൈവെക്കുക എന്നുള്ളത്. എന്നിട്ട് ആ ഡെപ്റ്റ് പോർഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോവുക, ഇക്വിറ്റി പോർഷൻ ഈ ഇൻഡെക്സ് ഫണ്ടിൽ മാത്രം വെക്കുക, അതിൻ്റെ അതിനകത്ത് റെഗുലറായിട്ട് പൈസ ഇട്ടുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ചൂസ് ചെയ്യുന്നതിൻ്റെ തലവേദനയില്ല. ഇൻഡെക്സിനകത്തുള്ള ഫണ്ടിലോട്ട് ഈക്വലായിട്ട് പൈസ വെക്കൊണ്ടിരിക്കും. പിന്നെ ജനറലി നമ്മൾ വിശ്വസിക്കുന്ന ഈ ഇന്ത്യൻ എക്കോണമി നല്ലതാണെങ്കിൽ ഇൻഡെക്സ് എന്തായാലും കൂടും, അതിലൊരു യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇത് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റോക്കും തിരക്കി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഫ്രിക്ഷണൽ കോസ്റ്റ് വളരെ കുറവാണ്, വളരെ ലോ ഫീസ് ആയിരിക്കും, നമുക്ക് ഹെഡ് ഏക്കും കുറവാണ്.